ആരെയും തന്നെ കർത്തൃമേശയിൽ നിന്ന് മാറ്റി നിർത്തുകയോ ആ ലെവലിൽ എന്തെങ്കിലും ഒരു ശിക്ഷ ആർക്കും കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ചില ചില്ലറ കാര്യങ്ങളിൽ നിന്ന് ചിലരെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തിയ ചരിത്രമുണ്ട്. ഞാൻ പരസ്യമായി പേരെടുത്ത് പറയുന്നത് ക്ഷമിക്കണം. ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നമേ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതിന് വേണ്ടി ശരത്ത് ഇവിടെ ഏറ്റവും ശക്തമായി പ്രയോജനപ്പെട്ട കർത്തൃദാസന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഴ്ച സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ കോളേജിലുള്ള കുട്ടികളുടെ കൂടെ അദ്ദേഹം സംതിങ് ഒരു പിക്നിക്കിന് പോയതാണ്. ആ പിക്നിക്കിൽ വെച്ച് അദ്ദേഹം പ്രതീക്ഷിക്കാത്തതോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം സംഭവിക്കരുതാത്തതോ ഒക്കെ സംഭവിച്ചു. ചുമ്മാ അവരുടെ കൂടെ പാട്ടുപാടാൻ കൂടി, മറ്റൊന്നുമില്ല, കള്ളുടിച്ചില്ല, അങ്ങനെ തോന്നുമില്ല, പക്ഷെ കുറച്ച് പാട്ടുപാടാൻ കൂടി. ആർക്കൊക്കെയോ അതിനെക്കുറിച്ച് സങ്കടമുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്നോട് ഒരാൾ മാത്രം വിളിച്ചു പറഞ്ഞു, അവന് ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പിളാണ്. ഒരു കോളേജ് പ്രിൻസിപ്പിൾ എന്ന സ്ഥാനത്ത് കോളേജിലെ പിള്ളേർ പോകുന്നിടത്ത് പോയേ പറ്റൂ. മറുവശം അവൻ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ശുശ്രൂഷകനാണ്. ആ ലെവലിൽ പോകാതിരിക്കുകയായിരുന്നു നല്ലത്. എന്തായാലും ഒരു പ്രശ്നം അദ്ദേഹത്തിൽ അറിഞ്ഞു. അന്ന് തന്നെ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് ക്ഷമ ചോദിച്ചു. ഇനി മേലാൽ ആവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. എങ്കിലും ചർച്ച് കമ്മിറ്റി അദ്ദേഹത്തിന് ചില ദിവസങ്ങളിൽ ചില പൊതു ശുശ്രൂഷയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ കാലഘട്ടം തീർന്നുവെന്ന് അത് ചെയ്തവർക്ക് ബോധ്യമായി കഴിഞ്ഞ ആഴ്ചയിൽ തിരിച്ചെടുത്തു. എങ്കിലും ആരൊക്കെയോ അറിയാത്തവരുണ്ട്. വ്യക്തിപരമായി വേണ്ടപ്പെട്ടവരോടെല്ലാം, ചർച്ചിൻ്റെ ലീഡേഴ്സിനോടൊക്കെ അദ്ദേഹം വ്യക്തിപരമായി ക്ഷമ പറഞ്ഞതാണ്. അദ്ദേഹത്തെ കൊണ്ട് ഇനിയും പറയിപ്പിച്ചിട്ട് കാര്യമില്ല, ഞാൻ ആ വിവരം ഇന്ന് ചർച്ചിനെ ഒന്ന് അറിയിക്കാം എന്ന് ഓർത്തു. അതുകൊണ്ട് ശരത്ത് ഇന്ന് മുതൽ പഴയതുപോലെ അതിനേക്കാൾ ശക്തിയായി കർത്താവിൻ്റെ കൃപയിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എൻ്റെ ആവശ്യകത, ആരും എൻ്റെ കൈ കൊണ്ട് താഴരുത്, വളരുകയാകാവൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതേസമയം പ്രമാണങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താൻ ഞാൻ ആരുമല്ല. ദൈവസഭയ്ക്ക് അതിൻ്റെ പ്രമാണമുണ്ട്. ഞാനിത് ശരത്തിനോട് തന്നെ പറഞ്ഞു, ബ്രദറെ ഞാനിത് പരസ്യമായിട്ട് പറയട്ടെ. അദ്ദേഹം പറഞ്ഞ വാചകം, എനിക്കൊരവസരം തരുമെങ്കിൽ എൻ്റെ വാഗുകൊണ്ട് ഞാൻ തന്നെ സഭയോട് ക്ഷമ വയ്ക്കും. ശരത് ബ്രദറെ, അതൊരു ഭയങ്കര മാതൃക. എന്ത് ഇവിടെ ഉണ്ടാണ് വാ. അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് സ്വന്തം വാഗുകൊണ്ട് പറയാൻ ഒരവസരം കൊടുക്കുക. അതർവൈസ് ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടതല്ല. കമ്മിറ്റിയോട് അദ്ദേഹം പറഞ്ഞത് മതിയാണ്. വാ, 1 മിനിറ്റ് കൊണ്ട് പറയണം, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചെടുത്തു. ഫസ്റ്റ് പറഞ്ഞ പോലെ ഞാനൊരു കോളേജിൽ ട്രിപ്പ് പോയായിരുന്നു. അതിനകത്ത് ദേവദാസ് എന്ന പദവിയിൽ ആ പദവി വിട്ടും അതേപോലെ സഭയുടെ മാന്യത വിട്ടും എൻ്റെ ഭാഗത്ത് കുറച്ച് പെരുമാറ്റങ്ങളുണ്ടായി. എൻ്റെ കോളേജ് കൾച്ചറൽ പ്രോഗ്രാംസും സ്പോർട്സ് ഇവൻറ്റ്സുമായൊക്കെ ബന്ധപ്പെട്ട് ആ ക്രിസ്തീയ മാന്യത സൂക്ഷിക്കാതെ വണ്ണം എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിപ്പോയ എല്ലാ തെറ്റും ദയവായിട്ട് സഭ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ കൂപ്പുകൈയോടെ അപേക്ഷിക്കുക. ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. ഇനി ഇതിനേക്കാൾ അപ്പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. ആരെന്നെ പ്രതീക്ഷിക്കുന്നു? ശരത്തെ, എൻ്റെ ഇന്ന് പല അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ചർച്ചിൻ്റെ മുമ്പിൽ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. ഇന്ന് ബ്രദറെ മാതൃകയെ ആദരിച്ചു. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ ശരത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാം. ഇരിക്കുന്ന മുഴുവൻ പേരും ദയവായി ആത്മാർത്ഥതയുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് നേരെ കൈ ചൂണ്ടിയാട്ട് തനിക്ക് അടുത്ത ലെവലൊരു അഭിഷേകത്തിലേക്ക് കർത്താവ് തന്നെ കയറ്റുവാൻ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആത്മാർത്ഥതയുള്ളവർ, ആത്മാർത്ഥമായി നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഒരു കൈ ചൂണ്ടിയാട്ട്, കർത്താവേ, എൻ്റെ സഹോദരനെ തൃക്കരങ്ങളിൽ തരുന്നു. സഭ മുഴുവനും ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാൻ, ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നമേ വേണ്ട ക്രമീകരണങ്ങൾ എല്ലാവരിലും വരുവാൻ ശരത്തൊരു മാതൃകയായി യേശുവിൻ്റെ നാമത്തിൽ ജയിക്കുവാൻ ഞാൻ അദ്ദേഹത്തെ തൃക്കരങ്ങളിൽ തന്ന് കർത്താവ് അധികം അഭിഷേകം തൻ്റെ മേൽ പകരുവാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അധികം ശക്തിയായി പ്രയോജനപ്പെടുവാൻ ശരത്തിനെ പ്രയോജനപ്പെടുത്തണേ. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശരത് ബ്രദറെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാഴ്ച കാണിക്കുന്നു. പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായക്കടയിൽ പലഹാരങ്ങൾ വെച്ചിരിക്കുന്ന അലമാരിയിൽ ഉറുമ്പ് കയറുന്ന പതിവുണ്ടായിരുന്നു. ഉറുമ്പ് അതിനകത്ത് കയറാതിരിക്കാൻ അലമാരി കിളത്തി വെക്കുവാൻ കല്ലുകൊണ്ട് അതിനൊരു ചെറിയ പീഠമുണ്ടാക്കും. ആ 4 കാലുകൾ, അലമാരിയുടെ 4 കാലുകൾ ആ കല്ലിൻ്റെ മേൽ വെക്കും. ആ കല്ലിൽ ഒരു ശകലം കൊത്ത് ഉണ്ടാക്കി, കൊത്തുപണി ചെയ്ത് അതിനകത്ത് വെള്ളം ഒഴിക്കത്തക്കതുപോലെ ഒരു സജ്ജീകരണം ചെയ്യും. ഒരു പ്രിസർവേഷൻ. നാളെ
ഒരു ഉറുമ്പ് കയറാതെ ഒരു പ്രിസർവേഷൻ. സഹോദര, അങ്ങയുടെ 2 കാലുകൾ കുത്തത്തക്ക വലിപ്പത്തിൽ വെള്ളമുള്ള ഒരു പീഠത്തിൻ്റെ മുകളിൽ അങ്ങയെ നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണുന്നു. ഹേ അശുദ്ധാത്മാവെ, നിനക്ക് തൊടാൻ പറ്റത്തില്ല. ഈ ദൈവം ഇതിൽ സംരക്ഷിക്കപ്പെട്ടു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അവൻ കൈതാത്തിടാം. കർത്താവ് ഇത് ചെയ്യട്ടെ. ഒറ്റ വ്യക്തി പോലും ഇവിടെ, താങ്ക് യു, ഒരൊറ്റ വ്യക്തി പോലും ഇവിടെ ഒരു വേണ്ടതായ സമർപ്പണമില്ലാതെ, ക്രമീകരണമില്ലാതെ തുടരരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാര്യം ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്കൊരു പകർച്ച തരും. താങ്ക് യു, ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചിലർക്ക് കൂടെ കിട്ടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ നിൽക്കട്ടെ. ദാവീദ് എവിടം വരെ പോയി? അതുല്ലം ഗുഹ വരെ. അതുല്ലം ഗുഹ വരെ. സാഹചര്യങ്ങൾ മാറി. ശൗൽ അദ്ദേഹത്തെ കൊല്ലാനിട്ട് ഓടിച്ചു. ഭയന്നിട്ട് എന്ത് വേണമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പക്ഷെ പ്രമാണത്തിന് വിരോധമായി പോകത്തില്ല. തനിക്ക് മീതെ ദൈവമാക്കിയിരുന്ന ഒരു പഴയകാല അഭിഷക്തനെ താൻ ഒരിക്കലും കൊല്ലത്തില്ല. ശൗലിനെ കൊന്നുകളയുന്ന രംഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നവർ പറഞ്ഞു, എന്നിലുള്ള അഭിഷേകമുണ്ടല്ലോ, അരുതാത്തതിൽ നിന്നെ വിലക്കുകയാ, വേണ്ടാത്തത് ചെയ്യാതെ എന്നെ വിലക്കുകയാ, കണ്ടതിനകത്തല്ല ഞാൻ കൊണ്ട് കൈയിടത്തില്ല. എന്നെ ചിലതിൽ നിന്ന് വിലക്കി നിർത്തുന്ന അഭിഷേകം, ചിലതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അഭിഷേകം. ഒരു ദിവസം ദാവീദ് പറഞ്ഞു, എനിക്ക് മരണവും തമ്മിൽ 1 ഇഞ്ച് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ, 1 അടി ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ രക്ഷപ്പെടാൻ പോകുകയാണ്. എങ്കിൽ ഞാൻ ഫെലിസ്ത്യരെ പോയി ആശ്രയിക്കാം. പണ്ടൊരിക്കലും ഫെലിസ്ത്യമല്ല എൻ്റെ തല വെട്ടിയെടുത്തത് കൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അസൂയയല്ലാതെ എനിക്കെതിരെ ശൗൽ എഴുന്നേൽക്കുവാൻ യാതൊരു കാരണവുമില്ല. കാരണമുണ്ടായിട്ടല്ല ശത്രു എതിർത്തത്, ദൈവത്തിനൊരു കാരണമുണ്ടതാ. എൻ്റെ കയ്യിൽ കാരണമുണ്ടായിട്ടല്ല എതിർത്തത്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, തിരിച്ച് ഫെലിസ്ത്യ ദേശത്ത് പോകാം. അവിടെ ചെന്ന് ദാവീദ് അന്ന് ആരോടും പറയാതെ ഫെലിസ്ത്യ രാജാവിനെ ചെന്ന് ആശ്രയിക്കാം. അങ്ങനെ ഫെലിസ്ത്യ രാജാവിനെ ആശ്രയിക്കാൻ അവിടെ ചെന്നു. രാജാവ് അദ്ദേഹത്തിൻ്റെ കാര്യം കൺസിഡർ ചെയ്യാൻ നോക്കുകയും ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇവനെ ഐഡന്റിഫൈ ചെയ്തു. പറഞ്ഞു, ഇത് ദാവീദാ, ഇത് ദാവീദാ, നമ്മുടെ മല്ലന്റെ തല വെട്ടിക്കൊണ്ടുപോയ ദാവീദാ. ശൗൽ 1000 എങ്കിൽ ദാവീദ് 10,000 എന്ന് ഇസ്രായേലിലെ കന്യകമാർ ആർത്ത് വിളിച്ചത് യവനെ കുറിച്ചാ. രാജാവേ, അങ്ങ് എന്ത് ചെയ്യാൻ പോകാ? യവനെ കൈ കെട്ടി കശാപ്പ് ചെയ്യുക. രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. സംഗതി ദാവീദിന് പിടികിട്ടി. പെശകി, ഐ എം ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഐ എം ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. എന്നെ കൊല്ലാൻ പോകുകയാ. തൻ പേര് പതുക്കെ ഒരു കാര്യം ചെയ്തു, മുടി വലിച്ചു. അല്ല, പുള്ളിക്ക് മുടി വെട്ടിക്കാൻ ഒക്കുകയായിരുന്നു. ഇടയന ആടിന് മുടി വെട്ടറിയാൻ വയ്യ. അതിൻ്റെ ഇടയിൽ ജീവിച്ചതാ. മുടി വെച്ചിപ്പറിച്ചു, താടി വെച്ചിപ്പറിച്ചു, വായിക്കകത്തോട് തുപ്പൽ ഒലിപ്പിച്ചു. തൻ്റെ രാജാവ് വിളിച്ചു, ആരാ പുതിയതായിട്ട് വന്ന ഗസ്റ്റ്? തൻ്റെ തുപ്പലൊലിക്കുന്ന ഒരു പ്രാകൃത രൂപം. ഇവർ വട്ട് കളിക്കാൻ ഇവിടെ ആളില്ലഞ്ഞിട്ടാണ് ഒരു വട്ടനെ കൂടെ കൊണ്ടുവന്നത്. ഇവൻ വട്ടനാണെന്ന് അറിയത്തില്ലേ? അവനെ പറഞ്ഞു വിടുക. ദാവീദ് അതുവഴി ഒരു ഓട്ടം ഓടി. ആ നാട്ടിലുള്ളതിലെ വലിപ്പമുള്ള ഒരു ഗുഹയുണ്ട്, അതുല്ലം ഗുഹ. സ്തോത്രം. ഞാൻ പലതും തിരിച്ചോർക്കുക. അതുല്ലം ഗുഹ, വലിപ്പമുള്ള ഒരു ഗുഹയുണ്ട്. അതിനകത്ത് കയറി ദാവീദിൻ്റെ അപ്പനും അമ്മയും ദാവീദിൻ്റെ സഹോദരങ്ങളും തൻ്റെ അടുക്കൽ അവിടെ വന്നു. പണ്ടിവനെ വേണ്ടെന്നും പറഞ്ഞ് എതിർത്തതാ, ഇവനെ കൊല്ലുകയില്ലെന്ന് പറഞ്ഞ് ആട് തീറ്റാൻ വിട്ടതാ. പക്ഷെ ഇപ്പൊ അപ്പനെ അമ്മയും സഹോദരങ്ങളെയും കണ്ടാൽ ശൗൽ കൊല്ലും, ശൗൽ കൊല്ലും. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പണ്ട് ഓടിപ്പോയവൻ്റെ, ഓടിച്ചു വിട്ടവൻ്റെ പുറകെ ഓടുകയല്ലാതെ മാർഗമില്ല. അവരും ഓടി അതുല്ലം ഗുഹയ്ക്കകത്ത് വന്നു. നാട്ടുകാർ കേട്ടു, ഒരുത്തൻ തകർന്ന് അതുല്ലം ഗുഹയിൽ ഇരിക്കുന്നു. തകർന്ന എനിക്കും കൂടെ പോയിക്കൂടെ? കടമുള്ളവർ, ഞെരുക്കക്കാർ. 1 ശമൂവേൽ 22-ാം അധ്യായം 1-2 വാക്യം. അങ്ങനെ ദാവീദ് അവിടം വിട്ടു, അതുല്ലം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതൃഭവനമൊക്കെയും അത് കേട്ടു. അവൻ്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവരെന്നീ വകക്കാർ ഒക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവനവർക്ക് തലവനായി തീർന്നു. അവരോടുകൂടെ ഏകദേശം 400 പേരുണ്ടായിരുന്നു. അവരിൽ ചിലരെ അവിടെ വെച്ച് ദാവീദ് ട്രെയിനിങ് കൊടുത്ത് നേരെയാക്കി. പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഒരു ഓർമ്മ വരിക, ഒരുപാട് പേരുടെ ബഥലിനെ കുറിച്ചുള്ള സാക്ഷ്യം വിചിത്രമാണ്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും ഇല്ലായിരുന്നു, കർത്താവ് എനിക്ക് തന്നു. ഇത്ര ലക്ഷം രൂപ കടമായിരുന്നു, കടം വീട്ടി. കാലിലിടാൻ ചെരുപ്പില്ലായിരുന്നു, ചെരുപ്പ് തന്നു. ചവിട്ടിക്കൊണ്ടുപോകാൻ സൈക്കിളില്ലായിരുന്നു, കാറ് തന്നു. സ്തോത്രം. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, അലഞ്ഞു നടക്കുന്നവർ,
ആർക്കും വേണ്ടാത്തവർ എല്ലാം കൂടെ ദാവീദിന്റെ അടുക്കൽ വന്നുകൂട്ടി. പക്ഷെ ദാവീദിന്റെ ആളുകളെ കണ്ടുടനെ ദാവീദ് ട്രെയിനിങ് ആരംഭിച്ചു. അതുല്യം ഗുഹയ്ക്കകത്തൊരു ട്രെയിനിങ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത കൂടെ കൂടുന്നവരെ വളർത്തുവാൻ, തന്നോടുകൂടെ ഉള്ളവരെ ട്രെയിനപ്പ് ചെയ്യുവാൻ തൻ്റെ മേൽ ഈ അഭിഷേകമുണ്ട്. അതിനെ ട്രെയിനപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു രോമത്തിന് പിഴയ്ക്കാതെ എറിയുവാൻ കഴിയുന്ന ഏറാളുകളെയും ഒരു ശകലം പോലും ലക്ഷ്യം തെറ്റാതെ അമ്പെയ്യുവാൻ കഴിയുന്ന വീഴാളുകളെ അതുല്യം ഗുഹയിൽ നിന്ന് ദാവീദ് പുറത്തെടുത്തു. അബ്രഹാമേ, അങ്ങയുടെ മേലൊരു അധികാരമില്ലേ, ഒരു അഭിഷേകമില്ലേ? അങ്ങയുടെ വീട്ടിൽ ജനിച്ച അടിമപ്പിള്ളരെ വളർത്തി 318 വീരന്മാരെ ഒരുക്കിയെടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ബേഥേൽ ഒരു കൂട്ടം വീരന്മാർ ഇതിനകത്തുനിന്ന് വെളിയിൽ വരുവാൻ. കുറെ ചമ്മന്മാരല്ല, കുറെ വീരന്മാർ. ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ചർച്ചിൽ നിന്ന് വരുന്ന ശുശ്രൂഷകന്മാരെ കണ്ടാലറിയാം അത് വേറൊരു ബ്രാൻഡാ. അടുത്ത ഒരു ഫയറി ബ്രാൻഡിലേക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് ചിലതിനെ നടത്തട്ടെ, ചിലതിനെ കർത്താവ് നടത്തട്ടെ. യോബ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എനിക്ക് തണുത്ത് കിടക്കുന്ന ഒന്നല്ല. പ്രൈസ് ദി ലോർഡ്. യോബ് ഒരിക്കൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ഐസ് വെള്ളത്തോട് ഉപമിച്ചിട്ടില്ല, പകരം കത്തുന്ന ജ്വാലയോടും. ചുട്ടുപഴുത്ത അദ്ദേഹം പറഞ്ഞത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കഷണം കഷണമായി മുറിച്ച തണ്ണിമത്തങ്ങായോടും ആത്മീയനെ ആരും ഉപയോഗിച്ചിട്ടില്ല, പകരം ചുട്ടുപഴുത്ത ഇരുമ്പ് കട്ടയോടാണ് അവനെ ഉപമിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. ദാവീദേ, അങ്ങക്ക് എന്ത് പറ്റി? അതുല്യം ഗുഹ എൻ്റെ ട്രെയിനിങ് സെന്ററാ. ഞാൻ ചിലതിനെ അഭ്യസിപ്പിക്കാൻ പോകുകയാ. ആത്മാവിന്റെ തത്വങ്ങൾ, ജീവിതത്തിന്റെ നടത്തിപ്പുകൾ പറഞ്ഞു തരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിർത്തട്ടെ. എന്നെങ്കിലും ഒരു ദിവസം സമയം കിട്ടുമ്പോൾ ഒത്താൽ ഞാൻ തുടർന്ന് നോക്കാം. ഏലിയാവേ, അങ്ങയുടെ പേരൊരു അഭിഷേകമില്ലേ? ഉണ്ടെന്നേ. എത്ര ട്രെയിനിങ് സ്കൂളാണ് ഞാൻ തുടങ്ങിയത്. ഏത് അഭിഷക്തനും തിരുവചനത്തിൽ പ്രധാന അഭിഷക്തന്മാരൊക്കെ തിരുവചന പ്രകാരം ഓരോ ട്രെയിനിങ് സെന്റേഴ്സ് നടത്തിയിരുന്നു. അതിനകത്തുനിന്ന് ഒത്തിരി പേര് ട്രെയിൻ ചെയ്യപ്പെട്ടു. പകൽക്കാലം ദൈവം നമുക്ക് ചിലതൂടെ തരട്ടെ. കർത്താവിൻ്റെ നാമമഹത്വത്തിനാകട്ടെ. ഞാനിവിടെ ഇന്നത്തെ മെസ്സേജ് ക്ലോസ് ചെയ്യുക. കർത്താവ് അനുവദിക്കുന്ന സമയം ഇനി വേറൊരു ദിവസം വരാം. ഒരു പവർഫുൾ അനോയിന്റിങ് ദൈവം നമുക്ക് തരട്ടെ. ദയവായി ശ്രദ്ധിക്കൂ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പേ കഴിവുള്ളിടത്തോളം കാര്യങ്ങൾ ക്രമീകരിക്കണം. വീടിനകത്ത് പറഞ്ഞു തീർക്കാനുള്ളത് പറഞ്ഞു തീർക്കണം. ഭാര്യയും ഭർത്താവും പോലും, അയൽവക്കത്തുള്ള സഹോദരി സഹോദരന്മാർ പോലും, മോനെ എനിക്ക് 5 മിനിറ്റോടെ വേണം, 5 മിനിറ്റോടെ എടുക്കും. പറഞ്ഞു തീർക്കാനുള്ളത് പറഞ്ഞു തീർക്കണം. കൊടുത്തു തീർക്കാനുള്ളത് കൊടുത്തു തീർക്കണം. വ്യവസ്ഥ ചെയ്യാനുള്ളത് വ്യവസ്ഥ ചെയ്യണം. ഒരു സ്വർഗീയ പകർച്ച നമ്മുടെ മേൽ വരുവാൻ, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. സഭ ആരെയും തന്നെ കർത്തൃ